അപ്പോൾ ഞാൻ മുടിയൊക്കെ ഫസ്റ്റ് ചീകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ പോകണം. നമ്മുടെ കരിഞ്ജീരകം ഹെയർ പാക്ക് റെഡിയായി ഇരിപ്പുണ്ട്. ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുടി കൊഴിഞ്ഞ ഭാഗത്ത് വീണ്ടും മുടി കിളിർത്ത് വരാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടും നല്ലതാണ് കരിഞ്ജീരകം. അപ്പോൾ നമ്മൾ കരിഞ്ജീരകം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇന്ന് തയ്യാറാക്കുന്നത്. കരിഞ്ജീരകത്തിന് ബ്ലാക്ക് സീഡ് അല്ലെങ്കിൽ കലോഞ്ചി അങ്ങനെ പല പേരുകളിൽ പറയുന്നുണ്ട്. ബ്ലാക്ക് സീഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ സ്കാൽപ്പിലേക്ക് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അതുപോലെ തന്നെ ഫാറ്റി ആസിഡ്സ് അമിനോ ആസിഡ്സ് ഇതൊക്കെ ലഭിക്കുന്നുണ്ട്. നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കും. മുടി നല്ല സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആവാനായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഈ ഒരു ഹെയർ പാക്ക്. അപ്പോൾ ഇത് നമ്മൾ എത്ര പ്രാവശ്യം ഉപയോഗിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, എത്ര ടൈം അപ്ലൈ ചെയ്യണം, ഇങ്ങനെ കുറേ ഡൗട്ട്സുകൾ ഉണ്ടാകും. അപ്പോൾ അതെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമ്മൾ കരിഞ്ജീരകം 1 ടീസ്പൂണാണ് എടുക്കുന്നത്. അപ്പോൾ അത് 1 ടീസ്പൂൺ കറക്റ്റ് 1 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് കുതിർന്ന് വരാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് നൈറ്റിലാണ് കേട്ടോ. ഇത് നാളെ രാവിലെ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ രാത്രി ഇതുണ്ടാക്കി വെക്കാനാണ് പോണത്. അപ്പോൾ ഇനി ഇത് ഞാൻ മൂടി വയ്ക്കും. ഇനി രാവിലെയാണ് ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ അത് ഇതേപോലെ ഒരു ചെറിയ ചോറ്റുപാത്രത്തിൽ നമ്മുടെ കരിഞ്ജീരകം ഇട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം നാളെ ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ്റെ ആ ഒരു ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓളൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ ഹെയർ കെയർ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് രാവിലെ ഞാൻ ഹെയർ പാക്ക് ഉണ്ടാക്കാനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ കരിഞ്ജീരകമൊക്കെ നന്നായിട്ട് കുതിർന്ന് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ എടുത്തിട്ട് ഇതേ കണ്ട അതിൻ്റെ കളറൊക്കെ വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിന് ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറിയ ജാറിലേക്ക് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് കോരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അതിൻ്റെ ഗുണങ്ങളൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കരിഞ്ജീരകം മാത്രമല്ല കേട്ടോ നമ്മൾ ചെയ്യണത്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഉലുവയുടെ പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഉലുവയാണുള്ളത്, ഇപ്പോൾ പൊടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇത് ഇങ്ങനെ പൊടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കുറച്ച്. അപ്പോൾ അത് ഉള്ളത് കൊണ്ട് ഞാൻ ഉലുവപ്പൊടി ചേർക്കുവാണ്. ഉലുവയാണുള്ളതെങ്കിൽ നമ്മൾ ഈ കരിഞ്ജീരകം ചെയ്തില്ലേ, ഈ വെള്ളത്തിലിട്ട് വെച്ചില്ലേ ഇന്നലെ, അപ്പോൾ അതേപോലെ തന്നെ എടുത്ത് വെച്ചാൽ മതി. ഇതും ഞാനൊരു 2 ടീസ്പൂൺ, ചെറിയ സ്പൂണാണ് കേട്ടോ, ടീസ്പൂണൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു സ്പൂണാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയും നമ്മുടെ മുടിക്ക് ഭയങ്കര നല്ലതാണ്. താരൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി അടുത്തായിട്ട് കുറച്ച് തൈര് ഇവിടെ എടുത്തിട്ടുണ്ട്. തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ തൈര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഹെയർ ഓയിൽ നിങ്ങളുടെ കയ്യിലുള്ളത് ചേർക്കാം. മുടിക്ക് തീരെ തിക്നെസ് കുറവാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒലിവ് ഓയിൽ നല്ലൊരു ഓപ്ഷനാണ്. മുടി സ്ട്രോങ് ആയിട്ട് തിക്കായിട്ട് വളരാനൊക്കെ സഹായിക്കുന്നതാണ് ഒലിവ് ഓയിൽ. ഞാനിതിപ്പോൾ ബയോ ഓർഗാനിക്കിൻ്റെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യണത്. ഒലിവ് ഓയിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എക്സ്ട്രാ വെർജിൻ എന്ന് എഴുതിയിരിക്കുന്ന ഒലിവ് ഓയിൽ വാങ്ങിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഇതിങ്ങനെ ഈ ഒരു പരുവത്തിൽ നല്ല കുറുകിയിരിപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനിയും കുറച്ച് സംഭവങ്ങൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് കേട്ടോ എല്ലാം നമ്മൾ യൂസ് ചെയ്യണം. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില. ഇത് മുടി നല്ല കറുപ്പ് നിറത്തിൽ വളരാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ മുടിക്ക് ചെമ്പിക്കലുണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഈ ഒരു പാക്ക് ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില കൂടി ചേർത്തോ. അല്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ കറിവേപ്പില കയ്യിൽ ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല, പക്ഷേ ചേർക്കുകയാണെങ്കിൽ മുടിൻ്റെ നിറം നിലനിർത്താനൊക്കെ നല്ലതായതുകൊണ്ടാണ് ഞാനിവിടെ കറിവേപ്പില ചേർക്കുന്നത്. ഇപ്പോൾ മുടി ഡ്രൈ ആയിട്ടുള്ള മുടി അതുപോലെ ചെമ്പിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് നര വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ കറിവേപ്പില ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കേട്ടോ. അതുമാത്രമല്ല നെല്ലിക്ക കഴിക്കുന്നത്, അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം, എങ്ങനെ നമുക്ക് നെല്ലിക്ക കഴിക്കാമെന്നുള്ളതിനെക്കുറിച്ച്.
അപ്പോൾ ഞാനിനി ഇതൊന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത്. ഇപ്പോൾ കൂടുതൽ തിക്കായിട്ടാണ് നമ്മൾ അരയ്ക്കുമ്പോൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം തൈരോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് നമ്മുടെ കറക്റ്റ് മുടിയിൽ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടല്ലോ, എങ്ങനെ ആഡ് ചെയ്താലാണ് നമുക്ക് കറക്റ്റായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഐഡിയ ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് ചെയ്താൽ മതിയേ. അപ്പം ഞാൻ മുടിയൊക്കെ ഫസ്റ്റ് ചീകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ പോകണം. നമ്മുടെ കരിഞ്ജീരകം ഹെയർ പാക്ക് റെഡിയായി ഇരിപ്പുണ്ട്. ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാം. ഫസ്റ്റ് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. ഡെയിലി ഹെയർ കെയർ ചെയ്യാൻ പറ്റാത്തവർക്ക് കൂടി ഈ ഒരു പാക്ക് ഉണ്ടാക്കി ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത് മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ആകാനായിട്ടൊക്കെ നല്ലതാണ്. അതുപോലെ മുടി നന്നായിട്ട് വളരാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. സ്കാൽപ്പിലും മുടിയിലും ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് കൈവിരലുകൾ ഉപയോഗിച്ചിട്ട് സോഫ്റ്റ് ആയിട്ടൊരു മസാജ് കൊടുക്കുകയാണ്. സ്കാൽപ്പിൽ മസാജ് ചെയ്യുന്നത് വഴി ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഹെയർ ഫോളിക്കിൾസ് സ്ട്രെങ്തൻ ചെയ്യിക്കാനായിട്ട് സഹായിക്കുന്ന കാര്യമാണത്. മുടി വളർച്ച കൂട്ടാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും നമ്മൾ ഈ രീതിയിൽ മസാജ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് 4 തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ വിസിബിളായിട്ടുള്ള നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ഹെയറിൻ്റെ പ്രോബ്ലംസൊക്കെ നല്ല രീതിയിൽ കുറയും. ഒറ്റ തവണ കൊണ്ട് തന്നെ നമ്മൾ താരൻ്റെ പ്രശ്നം, ഇച്ചിങ്ങിൻ്റെ പ്രശ്നം ഇതെല്ലാം ഒരു 80% കുറഞ്ഞു കിട്ടും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന വഴി സൂപ്പർ റിസൾട്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. നമ്മൾ കരിഞ്ജീരകം ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. മറ്റ് ഹെയർ പാക്കുകളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അത് ഓരോരുത്തരുടെയും നമ്മൾ ഇപ്പോൾ നീരിറക്കം വരുന്നവരാണെങ്കിൽ അതനുസരിച്ചൊക്കെ നോക്കിയും കണ്ടും വേണം ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ എത്ര സമയം വെച്ചിരിക്കണമെന്ന് വെച്ചാൽ 20 മുതൽ 30 മിനിറ്റ് വരെയാണ് വെക്കേണ്ടത്. അപ്പോൾ അത്രയും വെക്കാനായിട്ട് ചിലർക്ക് നീരിറക്കത്തിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്കാണെങ്കിൽ അത്രയും വെക്കാൻ പറ്റില്ല. അപ്പോൾ അവരൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്യാണ്. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ വാഷ് ചെയ്ത് കളയും. ഞാൻ വാഷ് ചെയ്ത് കളയുന്ന രീതി എന്ന് പറയുന്നത് നോർമൽ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് വാഷ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് ഒരു ഹെർബൽ ഷാമ്പൂ എന്തെങ്കിലും അപ്ലൈ ചെയ്യാം. ഒരല്പം മൈൽഡായിട്ടുള്ള ഷാമ്പൂ വേണം യൂസ് ചെയ്യാൻ കേട്ടോ. അതും ഒരുപാടൊന്നും നമ്മൾ ഷാമ്പൂ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് യൂസ് ചെയ്യാം. ഒരിക്കലും കെമിക്കൽ ഷാമ്പൂസ് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ അവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്തുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻ്റെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.